കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രവും വർത്തമാനവും നന്നായി പഠിച്ചിട്ടുള്ള, അതേക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുള്ള മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ MC വടകരയാണ്. അദ്ദേഹം സമകാലികമായ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച്, കേരളത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒക്കെ കേരള ഇൻസൈറ്റിനോട് സംവദിക്കുകയാണ്. സ്വാഗതം MC. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ടാവും. വളരെ പഴയ കാലത്തെ അതിതീക്ഷ്ണമായ രാഷ്ട്രീയ സമരങ്ങളുള്ള തെരഞ്ഞെടുപ്പ് തൊട്ട് കുറേ കൂടി മോഡേണൈസ്ഡായ ടെക്നോളജി വികസിച്ച പുതിയ കാലത്തെ തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളെ MC കാണുന്നത്? 1952 ഒന്നാം പൊതു തിരഞ്ഞെടുപ്പ് മുതൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലില്ലെങ്കിലും ഒരു കൊച്ചു ബാലൻ എന്നുള്ള നിലക്ക് അടുത്തു നിന്ന് തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും കാണാനൊക്കെ കൗതുകപൂർവ്വം എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 1957 രണ്ടാം തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞാൻ അന്ന് ഒരു SLC ഒക്കെ കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം തുടങ്ങിയ അവസരത്തിൽ അന്ന് വളരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളായിരുന്നു ഞാൻ. അന്ന് ഞങ്ങളുടെ പാർട്ടി മുസ്ലിം ലീഗും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും തമ്മിലൊരു സഖ്യം ഉണ്ടായി. അങ്ങനെ PSP ലീഗ് സഖ്യം ഒരു ഭാഗത്ത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഭാഗത്ത്, കോൺഗ്രസ് ഒരു ഭാഗത്ത്, അങ്ങനെയുള്ള ഒരു ത്രികോണ മത്സരമായിരുന്നു 1957 നടന്നത്. അപ്പോൾ അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നു. 5 സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടിയാണ് EMS മുഖ്യമന്ത്രിയായത്. ഈ 5 സ്വതന്ത്രന്മാരിൽ 2 സ്വതന്ത്രന്മാർക്ക് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. തലശ്ശേരിയിൽ ശ്രീ VR കൃഷ്ണയ്യർക്കും പാലക്കാട്ട് ഡോക്ടർ AR മേമനും. അങ്ങനെ ആ മന്ത്രിസഭയ്ക്കെതിരായി വിമോചന സമരം വന്നു. വിമോചന സമരത്തിൽപ്പെട്ട് ആ ഗവൺമെൻറ് ഏതാണ്ട് അസ്തമിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് അന്നത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ് ആ മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. പിന്നീട് വന്ന ത്രികക്ഷി സഖ്യവും, അതായത് PSP ലീഗ് അതോടുകൂടി കോൺഗ്രസും കൂടി ചേർന്നുള്ള ത്രികക്ഷി സഖ്യവും മറ്റു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്നുള്ള ഒരു മുന്നണിയായിരുന്നു 59 ഇലക്ഷനിൽ ഇവിടെ നടന്നത്. അതായത് വിമോചന സമരത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലെ വമ്പിച്ച ഭൂരിപക്ഷം ഈ ത്രികക്ഷി സഖ്യത്തിന് കിട്ടി. നിർഭാഗ്യവശാൽ ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിക്ക് നീതി ലഭിച്ചില്ല. 3 കക്ഷികളും ഒന്നിച്ച് ജയിച്ചപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിനെ എടുക്കില്ല എന്നുള്ള ഒരു നിബന്ധന കോൺഗ്രസ് വെക്കുകയും അതോടുകൂടി ത്രികക്ഷി സഖ്യത്തിൻ്റെ ആ ഊഷ്മളതയ്ക്ക് ഭംഗം വരികയും സ്പീക്കർ സ്ഥാനം മുസ്ലിം ലീഗ് സ്വീകരിച്ചുകൊണ്ട് തൽക്കാലം അതിനൊരു ശമനം വരികയൊക്കെ ചെയ്തു. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ആ സഖ്യം നിലനിന്നില്ല. 1965 കാലമാകുമ്പോഴേക്കും കോൺഗ്രസിൽ വീണ്ടും വലിയൊരു പൊട്ടിത്തെയുണ്ടായി. കേരള കോൺഗ്രസ് എന്ന പുതിയൊരു പാർട്ടി ഉണ്ടായി. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒരു പിളർപ്പുണ്ടായതുകൊണ്ട് അതേ കാലത്ത് തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്ന് മാർക്സിസ്റ്റ് പാർട്ടി എന്ന പുതിയ പാർട്ടി ഉണ്ടായി. ഈ അവസരത്തിലാണ് 1965 വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സ്ഥിതിയായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നിയമസഭ കൂടാൻ കഴിഞ്ഞില്ല. 1960 ആകുമ്പോഴേക്കും പിന്നെയും ചിത്രമാകെ മാറി. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും തമ്മിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM ആ മുസ്ലിം ലീഗൊക്കെ കൂടി 7 കക്ഷികളുടെ സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ ഉണ്ടായി. ആ മന്ത്രിസഭയും നേതൃത്വം കൊടുത്ത് ശ്രീമാൻ EMS നമ്പൂതിരിപ്പാട് തന്നെയായിരുന്നു. ആ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് ആദ്യമായി 2 മന്ത്രിമാരുണ്ടായി. ശ്രീ CH മുഹമ്മദ് കോയയും ശ്രീ MPM അഹമ്മദ് കുരിക്കൽ, അങ്ങനെ 2 മന്ത്രിമാർ ഉണ്ടായി. അതാണ് മുസ്ലിം ലീഗിന് മന്ത്രിസഭാ പ്രവേശനം കിട്ടുന്ന ആദ്യത്തെ ഗവൺമെൻറ് 1967 EMS ഗവൺമെൻറ്റായിരുന്നു. ഒരു 2 കൊല്ലത്തിന് ശേഷം ആ ഗവൺമെൻറ് ഈ അഴിമതി ആരോപണത്തിൻ്റെ പാറയിൽ തട്ടി ആ ഗവൺമെൻറ് പൊളിഞ്ഞു വന്നു. അതിനുശേഷം 4 കക്ഷികൾ കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ചതുശക്തികൾ എന്നാണ് CH മുഹമ്മദ് അതിനെ വിശേഷിപ്പിച്ചത്. അതിൽ CPI, RSP, മുസ്ലിം ലീഗ്, PSP ഈ 4 കക്ഷികൾ കൂടി
ചതുശക്തികൾ എന്ന രീതിയിൽ EMS ഗവൺമെൻറ്റിൽ നിന്ന് പുറത്തു വരികയും അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ EMS ഗവൺമെൻറ് നിലംപതിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് വന്ന ഗവൺമെൻറ് ഒരുപാട് ഗവൺമെൻറ്റുകൾ വരികയും പോവുകയൊക്കെ ചെയ്തു. അവസാനം PK വാസുദേവൻ നായർ CPI മുഖ്യമന്ത്രിയായി. CPI മുഖ്യമന്ത്രിയായപ്പം വലിയ കാരണമൊന്നുമില്ലാതെ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ CPIയുടെ ബട്ടിൻഡ പ്രമേയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐക്യം ഉണ്ടാവണമെന്നും അതിൻ്റെ ഒരു ഉപാധി എന്നുള്ളതൊക്കെ കേരളത്തിലെ മന്ത്രിസഭയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം PK വാസുദേവൻ രാജിവെക്കണമെന്നും ഒരു തീരുമാനമുണ്ടായി. അത് കേട്ട ഉടനെ തന്നെ മറ്റൊരു കാരണവുമില്ലാതെ PK വാസുദേവൻ നായർ രാജിവെക്കുകയും ആ ശൂന്യതയിൽ CH മുഹമ്മദ് കോയ സാഹിബ് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ആ മന്ത്രിസ്ഥാനം ഒരു 1.5 മാസം മാത്രമേ നിലനിന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള സംഭവ വികാസങ്ങളാണ്. പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ ഓരോ തലത്തിൽ ഓരോ കളർഫുള്ളായിട്ടുള്ള ഓരോ രീതിയിലുള്ള നമ്മളെ കഡിലോസ്കോപ്പിൽ നോക്കുമ്പോൾ ഓരോ സമയത്ത് വിചിത്രമായ കൂട്ടുകെട്ടുകൾ അതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമായി ഇവിടെ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി, ആ ഇടതുപക്ഷ മുന്നണിയിലെ മിക്ക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ഏതെല്ലാം പാർട്ടികൾ കേരളത്തിലുണ്ടോ ആ പാർട്ടികളിലൊക്കെ ഓരോ കഷ്ടം ആ മുന്നണിയിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിലുണ്ട്. കേരള കോൺഗ്രസിൻ്റെ 1, 2, 3 കേരള കോൺഗ്രസ്സുകളുണ്ട്. കോൺഗ്രസിൻ്റെ അവശിഷ്ടങ്ങളായ പല കോൺഗ്രസ് എസ്, അതുപോലെ തന്നെ NCP മുതലായ പാർട്ടികളുണ്ട്. മുസ്ലിം ലീഗിൽ തെറിച്ചുപോയ ഒരു കഷ്ടമുണ്ട്, INL ഉണ്ട്. ഇങ്ങനെ എല്ലാ പാർട്ടികളും ഓരോരോ കഷ്ടം സാമ്പിൾ ആയിട്ടുള്ള ഒരു മുന്നണിയായിട്ട് യാതൊരു തത്വനിശ്ചയമില്ലാതെ ആരെല്ലാം കൂടുന്ന എല്ലാവരെയും കൂട്ടി ഇപ്പോൾ SDPI പോലും PDP SDPI പോലുള്ള പാർട്ടികൾ പോലും ആ മുന്നണിയിൽ അനൗദ്യോഗിക അംഗങ്ങളായി ചേരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. ആ ഒരവസ്ഥയാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ കാണാൻ പോകുന്നത്. പൊതുവേ ഈ ന്യൂനപക്ഷ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് രാഷ്ട്രീയമായ പ്രാതിനിധ്യം, അതിൻ്റെ അധികാരത്തിലെ പങ്കാളിത്തമൊക്കെ സാധ്യതമായിട്ടുള്ളൊരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിൽ അത് നേടിയെടുക്കുന്നതിലൊരു പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞൊരു 10-15 വർഷം മുമ്പ് വരെ ഒരു ഇസ്ലാമോഫോബിയ എന്ന് വിളിക്കാവുന്ന പ്രതിഭാസം കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇസ്ലാമോഫോബിയ ഒരു പ്രധാന രാഷ്ട്രീയ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ കാണുന്നത്? മുസ്ലിം ലീഗ് അതിൻ്റെ ആരംഭം മുതൽക്ക് തന്നെ ശുദ്ധമായ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്തത്. അതിൻ്റെ പേര് മുസ്ലിം എന്നുണ്ട്. അത് ചരിത്രപരമായ കാരണത്താൽ അതിൻ്റെ പേര് അങ്ങനെ ഇട്ടതാണ്. അത് ഇന്ത്യയിലെ ഈ ഭരണഘടനാനുസൃതമായ ഇന്ത്യ രാജ്യത്തിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ, ഭരണഘടന വിഭാഗം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ അനുഭവവേദ്യമാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുക. ആ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ ഭരണാധികാരത്തിൽപ്പെടുക, അധികാരത്തിൽ പങ്കാളിത്തം നേടുക, അതൊന്നും മുസ്ലിം ലീഗിൻ്റെ പരമലക്ഷ്യത്തിൽപ്പെട്ടതല്ല. ഈ ലക്ഷ്യങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൻ്റെ നിലനിൽപ്പിന് അതിൻ്റെ അഭിമാനകരമായ അസ്തിത്വം എന്നാണ് നമ്മൾ പറയുന്ന വാക്ക്. മുസ്ലിം സമുദായത്തിൻ്റെ അഭിമാനകരമായ അസ്തിത്വം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, സാംസ്കാരിക, സാമ്പത്തിക രംഗങ്ങളിലെല്ലാം മറ്റ് സമുദായങ്ങൾക്ക് സമശീർഷമായി മുസ്ലിം സമുദായത്തെ വളർത്തിയെടുക്കണം. അതിനാവശ്യമായ രാഷ്ട്രീയം എന്താണോ ആ രാഷ്ട്രീയമേ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്ത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ പിടിച്ചെടുക്കുക എന്നുള്ള അധികാര രാഷ്ട്രീയം സ്വപ്നം കണ്ടുകൊണ്ടല്ല മുസ്ലിം ലീഗ് പടുത്തുയർത്തിയത്, അത് ഇന്ന് പ്രവർത്തിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. അത് അധികാരത്തിൽ കയറലല്ല, നേരെ മറിച്ച് ഈ അവശ്യ സമുദായങ്ങളുടെ ഉന്നമതിക്ക് വേണ്ടിയുള്ള മിതമായ ഒരു രാഷ്ട്രീയം, അത്രയും മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേ അവസരത്തിൽ അതല്ല, ഇസ്ലാം എന്ന ആ വികാരത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട്, മതത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട്, മുസ്ലിം എന്ന പേരിൽ മത മൗലികവാദം പറഞ്ഞുകൊണ്ട് അത് എളുപ്പത്തിൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒന്നാണല്ലോ. ആളുകളെ സ്വാധീനിക്കാൻ വോട്ട് നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടി, അവരാണ് ഇപ്പം വന്നിട്ടുള്ള പുതിയ പ്രതിഭാസികൾ. മതം പറഞ്ഞാൽ വോട്ട്, അതിപ്പോൾ ഹിന്ദു വർഗീയതയുടെ ഒരു പ്രതിപ്രവർത്തനമാണ് ഇത് എന്നൊക്കെ അവർ പറയാറുണ്ട്. എന്തായാലും ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ടല്ല നേരിടേണ്ടത്. വർഗീയതയെ നേരിടേണ്ടത് ജനാധിപത്യം കൊണ്ടും മതേതരത്വം കൊണ്ടാണ്. അതാണ് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നത്.